സർ മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ആ നിമിഷം താൻ രാജിവെക്കും എന്നാണ് ചാണ്ടി ഉമ്മൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും ഒരു അജണ്ട വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ചാണ്ടി ഉമ്മനെ ഒതുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് തന്നെ ആരുടെയെങ്കിലും ഒരു ഹിഡൻ അജണ്ടയാണ്. തീർച്ചയായും അങ്ങനെ ചിന്തിക്കേണ്ടി വരും. കാരണം ഇന്ന് നിലവില് ഉള്ള കോൺഗ്രസിലെ ഈ ജനറേഷൻ, അതായത് ചാണ്ടി ഉമ്മൻ ജനറേഷനിലുള്ള നേതാക്കളെ എടുത്തു നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് തന്നെ ഇദ്ദേഹത്തിനെ മാറ്റിയ രീതി വളരെ മോശപ്പെട്ട ഒരു രീതിയായിരുന്നു. എന്നാൽ പോലും അതിനൊരു പരിതാപം പറയുകയോ അല്ലെങ്കിൽ വിഷമം കാണിക്കുകയോ ഒന്നും ചെയ്യാതെ മാന്യമായി ആ സ്ഥാനം ഇറങ്ങി പുതിയ ആൾക്ക് കൊടുക്കുകയാണ് അന്ന് ചാണ്ടി ഉമ്മൻ ചെയ്തത്. സത്യത്തിൽ ഉമ്മൻചാണ്ടി ഉള്ള സമയങ്ങളിൽ തന്നെ ചാണ്ടി ഉമ്മനെ കാട്ടിയും ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ രാഷ്ട്രീയത്തിൽ വന്ന് പേരെടുക്കാൻ ശ്രമിച്ചത് സത്യത്തിൽ ചാണ്ടി ഉമ്മനല്ല, അച്ചു ഉമ്മനാണ്. എല്ലാവരും അത് ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് KSUവിന്റെ പല പരിപാടികളിലും കോളേജിൽ ഇറങ്ങി സംസ്ഥാന കമ്മിറ്റി വരെ ആ സമയങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ എന്താന്ന് ഊഹിക്കാമെന്നും അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഒരു സുപ്രഭാതത്തിൽ അച്ചു ഉമ്മൻ UAE മൾട്ടിനാഷണൽ ബാങ്കിൽ പോയി ജോയിൻ ചെയ്യുന്നു. അതും അവിടെ കിട്ടിയ ജോലി അവിടുത്തെ നാഷണാലിറ്റിക്ക് മാത്രം റിസർവ് ചെയ്ത പോസ്റ്റിലാണ് ജോലി കിട്ടിയത് എന്നൊക്കെ നമ്മൾ കേട്ടു. പിന്നീട് ഈ അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിപ്പോയി. പിന്നീടാണ് നമ്മൾ ഈ ചാണ്ടി ഉമ്മനെ കേൾക്കുന്നതൊക്കെ. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ മറിയ ഉമ്മനെ എവിടെയും കേട്ടിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.